കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ അവരുടെ വ്യവസായ സ്ഥാപനത്തിൽ ഉണ്ടായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഏതാണ്ട് ആ പെൺകുട്ടികൾ, ഈ പരാതിക്കാരി എന്ന് പറഞ്ഞ പെൺകുട്ടികൾ അവസാനം വാദി പ്രതിയായി അവരിപ്പോൾ ഒളിവിലാണെന്നൊക്കെ പറയും. എന്താണ് പുതിയ വിവരം? അതായത് ഈ ശരിയല്ലാത്ത രീതിയിൽ സത്യസന്ധമല്ലാതെ എന്ത് പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാലും അത് ഇങ്ങനെ തന്നെ തിരിച്ചേ അടിക്കത്തുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. തേഞ്ഞൊട്ടും. കാരണം ആദ്യം ചിലപ്പോൾ കുറേ ഇതൊക്കെ വരും. കൃഷ്ണകുമാറിനെതിരെ വാർത്ത വന്നു, കൃഷ്ണകുമാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആത്യന്തികമായി സത്യം തെളിയിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം ഇത്തരത്തിൽ കള്ളത്തരങ്ങളും അഹങ്കാരങ്ങളും അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കേസ് കൊടുക്കലും ഒക്കെ ഇവർക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഇവർ ആദ്യം വലിയ മിടുക്ക് കാണിച്ചതാണ്, കൗണ്ടർ കേസ് കൊടുത്തുകൊണ്ട് ഒരു മിടുക്ക് കാണിച്ചതാണ്. അത് പക്ഷേ തേഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു സ്ത്രീ പറയുന്നത് എൻ്റെ ഭർത്താവ് മാസം 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ വെച്ച് അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഇത് വല്ലതും എവിടെയെങ്കിലും ദേശം പോകും. അതുപോലെ തന്നെ ദിയയുടെ ഭർത്താവ് പൂവാലിനാണ് രാത്രി വിളിച്ച് പാക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമെന്ന്. എന്ത് ചെയ്യും, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അതിന് പക്ഷേ ദിയ പറഞ്ഞ കമൻ്റാണ് ഏറ്റവും സൂപ്പർ. അതായത് വീട്ടിൽ ബിരിയാണി ഉള്ളപ്പോൾ ആരെങ്കിലും മണ്ണ് വാരി തിന്നോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.